പ്രിയരെ, മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനമായാണ് ആചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അന്താരാഷ്ട്ര വനിതാ ദിനത്തിൻ്റെ ആശംസകൾ നേരുന്നു. എന്തിനാണ് ഇങ്ങനെ വനിതകൾക്ക് മാത്രമായ ഒരു ദിവസമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? വനിതകളെ ആദരിക്കാൻ മാത്രമല്ല, സ്ത്രീകളുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനും ഈ ദിനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സ്ത്രീകൾ നേരിടുന്ന അസമത്വങ്ങൾക്കും അടിച്ചമർത്തലിനുമെതിരെ പോരാടുന്നതിനും സമൂഹത്തിൽ തുല്യത കൈവരിക്കുന്നതിനും സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുന്നതിനും എല്ലാവരെയും പ്രചോദിതരാക്കുന്നതിനുള്ള ദിവസം കൂടിയാണ് ഇത്. എങ്ങനെയാണ് ഇങ്ങനെയൊരു ദിവസം വന്നെത്തിയതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? 1757 മാർച്ച് 8 ന്യൂയോർക്കിലെ വനിതകൾ നടത്തിയ സമരവും പ്രക്ഷോഭവുമാണ് വനിതാ ദിനത്തിന് തുടക്കമായത്. തുണിമില്ലുകളിൽ ജോലി ചെയ്തിരുന്ന ആയിരക്കണക്കിന് സ്ത്രീകൾ സംഘടിച്ച് കുറഞ്ഞ ശമ്പളത്തിനെതിരായും ദീർഘസമയത്തെ ജോലി ഒഴിവാക്കുവാനും മുതലാളിത്തത്തിനെതിരെ വോട്ട് ചെയ്യാനുള്ള അവകാശത്തിനു വേണ്ടിയും ആദ്യമായി അവർ സ്വരമുയർത്തി. ഇതിനെ തുടർന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും സ്ത്രീകൾ തങ്ങളുടെ അവകാശങ്ങൾക്കായി ശബ്ദമുയർത്തുകയുണ്ടായി. പിന്നീട് 1975 ഐക്യരാഷ്ട്രസഭ മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനമായി പ്രഖ്യാപിച്ചത്. 1990 മുതലാണ് മാർച്ച് 8 രാജ്യാന്തര വനിതാ ദിനമായി ആഘോഷിച്ചു തുടങ്ങിയത്. സ്ത്രീകളുടെ സാമൂഹിക തുല്യതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് രാജ്യാന്തര വനിതാ ദിനം കൊണ്ട് ഐക്യരാഷ്ട്രസഭ ലക്ഷ്യമിടുന്നത്. ആരോഗ്യം, വിദ്യാഭ്യാസം, സാമ്പത്തികം, രാഷ്ട്രീയം, തൊഴിൽ, കുടുംബം തുടങ്ങിയ മേഖലകളിൽ സ്ത്രീകൾ നേടിയ മുന്നേറ്റത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഓരോ വനിതാ ദിനവും. വിദ്യാഭ്യാസ നിലവാരത്തിലും സാമ്പത്തിക കാര്യത്തിലും സ്ത്രീകൾ ഒരുപാട് മുന്നോട്ട് വരുന്നുണ്ടെങ്കിലും ഇവർ സ്വന്തം വീട്ടിൽ പോലും സുരക്ഷിതരല്ല എന്നതാണ് സത്യം. ശാരീരികവും മാനസികവും ലൈംഗികവുമായ അക്രമങ്ങൾക്ക് സ്ത്രീകൾ മുതൽ പിഞ്ചു കുഞ്ഞുങ്ങൾ പോലും ഇരകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സ്ത്രീ അമ്മയാണ്, സഹോദരിയാണ്, ഭാര്യയാണ് എന്ന് പറയുന്നവർ ഒന്നുകൂടി കൂട്ടിച്ചേർക്കണം. എല്ലാത്തിലുമുപരി അവൾ ഒരു മനുഷ്യ ജന്മമാണെന്ന്. 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങേണ്ടതല്ല സ്ത്രീകളുടെ ജീവിതം. മുന്നിലെ പ്രതിസന്ധികൾ മറികടന്ന് വിജയത്തിലേക്ക് കുതിക്കാൻ ഓരോ സ്ത്രീക്കും കഴിയും. സ്ത്രീകൾ ഒരിക്കലും ദുർബലരല്ല, ദൈവത്തിൻ്റെ മനോഹരമായ സൃഷ്ടിയാണ്. പണ്ടത്തെ തലമുറകളെ അടുക്കളയിൽ തളച്ചിട്ട പോലെ ഇപ്പോഴത്തെ തലമുറയെ തളർത്തരുത്. പ്രസവിക്കാനും കുടുംബം നോക്കാനും മാത്രമായി ഒരു പെൺകുഞ്ഞിന് ആരും ജന്മം നൽകരുത്. ഒരുപാട് സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ടെന്ന തിരിച്ചറിവുള്ളവരാണ് ഇന്ന് ഓരോ സ്ത്രീയും. അവർ പറക്കട്ടെ, ഒപ്പം പ്രകാശം പരത്താനും അവർക്ക് സാധിക്കട്ടെ. വനിതാ ദിനത്തിൻ്റെ ആശംസകൾ നേരുന്നതോടൊപ്പം ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.